നമസ്തേ. കേരളത്തിൽ ഈ ആഭിചാരങ്ങൾ, ഇങ്ങനെയുള്ള പ്രക്രിയകൾ ഒക്കെ ധാരാളമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. എലവുംതിട്ടയിൽ നമ്മൾ കണ്ടതാണ്. ഒരു മുസ്ലിം മന്ത്രവാദിയാണ് അവിടെ ആഭിചാരക്രിയ നടത്തിയത്. മരിച്ചത് 2 സ്ത്രീകളാണ് അവിടെ. അതിനെ തുടർന്ന് കേരളത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസത്തിനെതിരായിട്ട് ബില്ല് കൊണ്ടുവരുമെന്നൊക്കെ വളരെ ഘോരമായിട്ടൊക്കെ പറയുന്നത് കേട്ടു. ഇപ്പം നവംബർ 10 എന്ന് പറയുന്നത് വിശ്വ ശാസ്ത്രദിനമാണ്. ശാസ്ത്രദിനം. ആ ശാസ്ത്രദിനം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് വീണ്ടും കോട്ടയം എന്ന് പറയുന്നത് അതിദാരിദ്ര്യ വിമുക്തം മാത്രമല്ല, അക്ഷരനഗരമാണ്. അതുപോലെ ദാരിദ്ര്യമില്ലാത്ത ഒരു സ്ഥലവുമാണ്. അവിടെ അന്ധവിശ്വാസത്തിന് ഒരു ദാരിദ്ര്യമില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ട സ്ത്രീയെ എല്ലാവരും കൂടി അവരുടെ ശരീരത്ത് ബാധയുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് അടിച്ചു ഇടിച്ച് നിരപ്പാക്കി അവരിപ്പോൾ അത്യാസന്ന നിലയിലാണ് കോട്ടയത്ത്. അവരുടെ എന്തോ ബാധ കയറിയിട്ടുണ്ടെന്നും പറഞ്ഞ് അടിച്ചു ഇടിച്ചു അവരെ ബീഡി വലിപ്പിക്കുകയും നിർബന്ധിച്ച് ബീഡി വലിപ്പിക്കുകയൊക്കെ ചെയ്ത് വളരെ ക്രൂരമായിട്ടുള്ള സാഡിസ്റ്റിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അവരെ വിധേയമാക്കിയെന്നാണ് കോട്ടയത്ത് നിന്ന്, ഇന്ത്യയുടെ ഫ്ലീറ്റ് സ്ട്രീറ്റുള്ള കോട്ടയത്ത് നിന്ന് വരുന്ന വാർത്ത. എന്തുകൊണ്ടാണ് ഈ കേരള ഗവൺമെൻറ് ഈ അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള ബില്ല് ഇതുവരെ കൊണ്ടുവരാൻ തയ്യാറാവാത്തത്? ഇതാണ് ചോദ്യം. സമൂഹത്തിൽ അന്ധവിശ്വാസം നിലനിൽക്കുന്നതും അത് തുടരുന്നതും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം മനുഷ്യർ പല തരത്തിലുള്ളവരാണ്, പല റേഞ്ചിലാണ് അവരുടെ ജീവിത വ്യവസ്ഥകൾ, ജീവിത ആവാസ വ്യവസ്ഥകൾക്കും ഒക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? അതാണ് സാറ് ചോദിച്ചതിലുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ടാണ് സർക്കാർ അന്ധവിശ്വാസത്തിനെതിരായിട്ട് തയ്യാറാക്കിയ ബില്ല് അത് പാസ്സാക്കാനായിട്ട് വിമുഖത കാണിക്കും? ഇവർ അന്ധവിശ്വാസികളാണോ? അന്ധവിശ്വാസത്തിനെ പ്രോത്സാഹിപ്പിക്കലാണ് ഇവരുടെ ജോലി. ഇത് പറയപ്പെടുന്നത് ഇടതുപക്ഷ സർക്കാരെന്നും കമ്മ്യൂണിസ്റ്റ് സർക്കാരെന്നും. കോടതി ചോദിച്ചപ്പോൾ ഇവർ കൊടുത്ത ഒരു വിശദീകരണം അന്ധവിശ്വാസവും ആചാരവും തമ്മിലുള്ള വ്യതിരിക്തത വ്യക്തമാവുന്നില്ല, അതുകൊണ്ടാണെന്നാണ്. അല്ല, അത് അങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ പറ്റും. ആചാരം അന്ധവിശ്വാസമാണ്, അന്ധവിശ്വാസം ആചാരമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഫലം കൂടിയാണുള്ളത്. അതുകൊണ്ടാണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതിന്റെ പേരിലാണ് പ്രശ്നപരിഹാരം സാധ്യമല്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഒരു സർക്കാർ സമൂഹത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ആ സർക്കാരിന് ഒരു ഇച്ഛാശക്തി ഉണ്ടാവണം. ആ ഇച്ഛാശക്തി എന്ന് പറയുന്നത് ഈ സമൂഹം എന്ന് പറയുന്നത് അന്ധവിശ്വാസമില്ലാത്ത സമൂഹമായി മാറണം എന്നാണ്. ഇപ്പോൾ ഈ എന്താണ് കഴിഞ്ഞ ദിവസമാണുള്ള ഈ അതിദാരിദ്ര്യമില്ലാത്തതാണ് എന്ന് സർക്കാർ പ്രഖ്യാപിച്ചത്. എന്തുകൊണ്ട് സർക്കാരിന് ഈ സമൂഹത്തിനകത്ത് അന്ധവിശ്വാസമില്ല എന്ന് പ്രഖ്യാപിക്കാനായിട്ട് കഴിയുന്നില്ല? ഒരു പുരോഗമന സമൂഹത്തിൻ്റെ ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ അത് സയന്റിഫിക് ടെമ്പർ ഉള്ളതായിരിക്കണം എന്നത് ഇന്നത്തെ കാലത്ത് ശാസ്ത്രബോധം ഉണ്ടാകണം. അതാണ് സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. നെഹ്റു ആണ് ഒരു യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു സയന്റിഫിക് ടെമ്പർ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ ഒരു ഭരണാധികാരി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളുടെ ഭരണാധികാരികൾ അന്ധവിശ്വാസികളായി കഴിഞ്ഞാൽ ജനങ്ങൾ അതിനേക്കാൾ കൂടുതൽ അന്ധവിശ്വാസികളായി മാറും. ഇവിടെ പ്രശ്നം കേരളത്തിൽ സാക്ഷരതയുണ്ട്, നമ്മളെല്ലാത്തിലും നമ്പർ 1 ആണെന്ന് ഘോരഘോരം മുഴുവൻ നേരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ നമ്പർ 1 എന്ന് പറയുന്നത് ഇപ്പോൾ കളിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അന്ധവിശ്വാസത്തിൻ്റെ വാർത്തകൾ ഒറ്റപ്പെട്ടാണ്, ശരിയാണ്, അവിടെ ഇവിടെയൊക്കെ ഒറ്റപ്പെട്ടതായിട്ടാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്തുകൊണ്ട് 21ാം നൂറ്റാണ്ടിൽ നിൽക്കുന്ന മനുഷ്യൻ, നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് ജീവിക്കുന്നവരാണ്. എല്ലാ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് കുതിച്ചു കയറുന്നൊരു കാലത്ത് ജീവിക്കുന്നവരാണ്. എത്ര ഫാസ്റ്റാണ് നമ്മളെ മാറ്റങ്ങളെല്ലാം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ അന്ധവിശ്വാസം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഇരുട്ടിടങ്ങളുണ്ട് എന്നുള്ളത്. അതെന്തുകൊണ്ട് ഭരണാധികാരികൾ തിരിച്ചറിയാത്തത്? ചില ആളുകൾ പ്രസവത്തിന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല, വീട്ടിൽ തന്നെ പ്രസവിക്കുന്നു, മരിച്ചു പോകുന്നു. കാരണം ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ അവർ തയ്യാറാവുന്നില്ല. അവരുടെ മതവിശ്വാസം അല്ലേ, മതവിശ്വാസമാണ് അവർക്ക് അവിടെ പ്രധാനപ്പെട്ടത്. അന്ധവിശ്വാസം, മതവിശ്വാസം, അങ്ങനെ പലതരം വിശ്വാസങ്ങൾ ചേർത്ത് മനുഷ്യനെ മനുഷ്യത്വമില്ലാത്ത വ്യക്തിയാക്കി മാറ്റി തീർക്കുന്നു, മനുഷ്യനോട് ആഭിമുഖ്യമില്ലാത്തതായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സമൂഹമായിട്ട് കേരളം മാറുന്നത് കേരളത്തിലെ ഭരണാധികാരികൾക്ക് ഭൂഷണമാണോ എന്ന് നമുക്ക് ചോദിക്കാവുന്നതാണ്. നാണമില്ലേ നിങ്ങൾക്ക്? ഇപ്പോഴും ഈ അന്ധവിശ്വാസത്തിനെതിരായിട്ട് ഉള്ള ബില്ല് പാസ്സാക്കാനായിട്ട് കഴിയാത്ത എന്താണ്? എവിടെയാണ് നിങ്ങൾക്ക് ദൗർബല്യമുള്ളത്? എവിടെയാണ് നിങ്ങളുടെ ചെളിക്കാലുകൾ എന്ന് സമൂഹം ചോദിക്കുന്നുണ്ട് ഇവരടുത്ത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സമൂഹം അതിശക്തമായിട്ട് ഈ രീതിയിൽ, ഇതിൻ്റെ പ്രശ്നം എന്താണ്? രാഷ്ട്രീയ പാർട്ടികളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഈ വിഷയം ടേക്കപ്പ് ചെയ്യുന്നില്ല. ഉണ്ടാ ഇല്ല, ആർക്കും താല്പര്യമില്ല. എന്ന് വെച്ചാൽ ഇവരുടെ ഈ രാഷ്ട്രീയവാദികൾ മാത്രമാണ് ഇതിനു വേണ്ടി, യുക്തിവാദികൾക്ക് മാത്രമാണ് അതിൻ്റെ അകത്ത് സംഭാഷണമുള്ളത്. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അല്പം അന്ധവിശ്വാസമൊക്കെ ഉള്ളത് നല്ലതാണ്, രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നടക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു മതത്തിൻ്റെ
അടിസ്ഥാനപരമായ പ്രമാണം എന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ മതത്തിലുള്ള ഒഴിച്ച് ബാക്കിയെല്ലാം കാഫിറുകളാണ്. അവരെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീരസ്വർഗത്തിൽ പോകാമെന്ന് ഒരു മതം പഠിപ്പിക്കുന്നത്. മദ്രസകളിൽ അത് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നു, ഞാൻ പോയിട്ടില്ല. പക്ഷേ അതുപോലെ തന്നെ പല മതങ്ങളും ശാസ്ത്രത്തിൻ്റെ യുക്തിയെ, ഭൂമി ഉരുണ്ടതാണെന്നതിനെ പോലും പരിണാമ സിദ്ധാന്തത്തിലൂടെ അവസാനം ഉരുത്തിരിഞ്ഞു വന്ന ഒരു സ്പീഷീസാണ് മനുഷ്യനെന്നുള്ളതും അംഗീകരിക്കാൻ മടിക്കുന്നു. കാരണം അവർ പഠിച്ച മതത്തിൻ്റെ ബോധനങ്ങൾക്ക് എതിരാണതെന്ന് വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഈ മത വോട്ട് ബാങ്കിനെ അവിടെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണോ? രാഷ്ട്രീയമായ ഒരു ചോദ്യമാണ് ഈ ബില്ല് നടപ്പാക്കാൻ, പാസ്സാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കാത്തത്. അല്ല, ഈ സർക്കാർ സത്യസന്ധമായിട്ട് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്ത് വേണം? ഇവർ ഘോരഘോരം എല്ലായിടത്തും പോയി അന്ധവിശ്വാസത്തിനെതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ? അപ്പം അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള ബില്ല് കൊണ്ടുവരുന്ന സമയത്ത് അത് പാസ്സാക്കുന്നതിന് വേണ്ടി കർക്കശ്യം അവർ കാണിക്കേണ്ടതാണ്. ഏതെങ്കിലും ഈ മതവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ വോട്ട് ബാങ്കിനെ അത് ബാധിക്കും എന്ന് പറയുന്നത് തന്നെ അബദ്ധമാണ്. അങ്ങനെയൊന്നും ബാധിക്കാനായിട്ട് പോകുന്നില്ല. പക്ഷെ ഇവരെങ്ങനെ കരുതുന്നു എന്ന് പറഞ്ഞാൽ ഇവർ പേടിക്കുന്നു. അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അതായത് ഇവർക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, കാരണങ്ങളൊന്നും കാണാനില്ല, അധികാരത്തിലെത്തുക എന്നുള്ളത് മാത്രമാണ് മാർഗം. അതുകൊണ്ട് അധികാരത്തിൽ എത്തുന്നതിനുള്ള വഴി അടക്കും എന്ന് കരുതപ്പെടുന്ന എന്തെങ്കിലും ഒരു വിഷയത്തിൽ അവർ ധൈര്യപൂർവ്വം ഏർപ്പെടുന്നില്ല എന്നുള്ളതാണ്. എല്ലാ സ്ഥലത്തും വളരെ കൃത്യമായി സമൂഹത്തിന് മുന്നോട്ടുള്ള ചലനങ്ങൾക്ക് സഹായകരമായിട്ടുള്ള നിലപാടെടുക്കേണ്ട പ്രസ്ഥാനങ്ങൾ, പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞ അവസാനം എന്തെന്ന് വെച്ചാൽ പുരോഗമന പ്രസ്ഥാനങ്ങൾ തന്നെ പുരോഗമനത്തിന് നാണക്കേടായിട്ട് മാറുന്ന അവസ്ഥയാണ്. ആ രീതിയിലാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെന്ത് കമ്മ്യൂണിസമാണ് ഇവർ പറയുന്നത്? എന്ത് ഇടതുപക്ഷമാണ് ഇവർ പറയുന്നത്? എന്തെങ്കിലും ഇവർക്ക് ഉണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇക്കാര്യത്തിൽ എന്താണ് കുഴപ്പം? ശാസ്ത്രബോധത്തെ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു നിലപാടാണ് അന്ധവിശ്വാസത്തിനെതിരെ ഒരു നിയമം പാസ്സാക്കുന്നത്. ഈ നിയമം പാസ്സാക്കിയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്ധവിശ്വാസികളായ പല ആളുകളും ആ അന്ധവിശ്വാസ പ്രവർത്തനത്തിൽ നിന്ന് മാറും എന്നുള്ളതാണ്. നമ്മൾ എന്തിനാണ് ഈ പൊതുവേദിയിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ പുകവലി നിരോധിച്ചത്? അപ്പോൾ ആരും പുകവലിക്കുന്നില്ല പൊതു ഇടത്ത് നിന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമത്തെ ഭയന്നിട്ട് മാത്രമാണ്. ഒരു സമൂഹത്തെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ആ നിയമങ്ങളെ ഭയപ്പെടുന്ന ഒരു ജനതയായതിൻ്റെ പേരിൽ മാത്രമാണ് നമുക്കവരെ നിയന്ത്രിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് നിയമങ്ങൾ ആവശ്യമായിട്ട് വരുന്നത്. അപ്പം അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള നിയമം എത്രയും വേഗം പാസ്സാക്കി കഴിഞ്ഞാൽ അന്ധവിശ്വാസികളായിട്ടുള്ള പല മനുഷ്യരുടെയും നരബലികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയും ഈ സമൂഹത്തിന്. അതാണ് പ്രധാനപ്പെട്ടത്. മനുഷ്യനെ കൊന്ന് അതിൻ്റെ ചോരയൊഴിച്ച് കുരുതി നടത്തി അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് കരുതുന്ന മണ്ടനായിട്ടുള്ള ഈ അന്ധവിശ്വാസിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു നടപടിയായിരിക്കും യഥാർത്ഥത്തിൽ സർക്കാർ ഈ ബില്ല് പാസ്സാക്കാൻ സഹായിച്ചാൽ. ഈ യുവതിയുടെ പേര് നമ്മൾ പറയേണ്ട, അപമാനിതയായ പീഡിപ്പിക്കപ്പെട്ട യുവതിയുടെ പേര് ഞാൻ പറയുന്നില്ല. രാവിലെ 11 മുതൽ രാത്രി 9 വരെ നീണ്ട ആഭിചാര ക്രിയകൾ ആണ് നടത്തിയത്. എന്തൊക്കെയാണെന്ന് അറിയാമോ ക്രിയകൾ? യുവതിക്ക് മദ്യം നൽകി ബലമായി ബീഡി വലിപ്പിച്ചു. അത് കഴിഞ്ഞ് ശരീരം മുഴുവൻ ഭസ്മം തീറ്റിച്ചു. അതുപോലെ തന്നെ ശരീരം മുഴുവൻ പൊള്ളലും ഏൽപ്പിച്ചു. സാഡിസ്റ്റുകളായിട്ടുള്ള ഭർത്താക്കന്മാർ ചെയ്യുന്ന പരിപാടി പ്രണയ വിവാഹത്തിലൂടെ കൊണ്ടുവന്ന യുവതിയാണ് ചെയ്തത്. ഇപ്പോൾ അച്ഛനും മകനും ഒക്കെ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ പൊള്ളലുകളേറ്റ് ആ പെൺകുട്ടി ഈ പീഡനവും കൂടെ സഹിച്ചിട്ട് അത്യാസന്ന നിലയിലായിരിക്കുകയാണ്. ഇതിന് ഉത്തരം പറയേണ്ടത് ഗവൺമെൻറ്റാണ്. എന്തുകൊണ്ട് നിങ്ങൾ അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള ബില്ല് പാസ്സാക്കിയില്ല? ഒരു ചെറിയൊരു അവബോധം ഉണ്ടാക്കാനെങ്കിലും അത് സഹായിക്കുമായിരുന്നു. ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നൊരു പേടി വരുത്താൻ സഹായിക്കുമായിരുന്നല്ലേ? അപ്പോൾ ഗവൺമെൻറ്റിനാണ് ഈ അന്ധവിശ്വാസത്തിൻ്റെ ബില്ല്, അതിന്മേൽ അടയിരിക്കുന്ന ഗവൺമെൻറ്റിന് ഇതിന് ഉത്തരവാദിത്വം ഉണ്ട്. അല്ല, അത്യാവശ്യം ഈ ബില്ല് പൊടി തട്ടിയെടുത്ത് ഉടനെ പാസ്സാക്കണം. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കാര്യങ്ങളാണ്. ഇതൊക്കെ പോലും ചെയ്യാൻ കഴിയാത്ത നിങ്ങളെന്തിനാണ് ഭരിക്കാൻ നടക്കണം നമുക്ക് ചോദിക്കാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ നടത്തേണ്ട ഒരു കാര്യമാണത്. തീർച്ചയായിട്ടും അവർ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പ്രതീക്ഷിക്കാം. എവിടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.